ഈ വരുന്ന JEE സെഷൻ 1-ൽ 99% സ്കോർ ചെയ്യുക എന്നുള്ളത് ഇനി പോസിബിൾ ആണോ എന്നുള്ളത് ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ്. 99 മാത്രമല്ല 97 പോസിബിൾ ആണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരോടും നമ്മൾ കോമൺലി പറയാറുള്ളതാണ്, നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മാർക്കിനെ കുറിച്ചും റിസൾട്ടിനെ കുറിച്ചും അല്ല ആലോചിക്കേണ്ടത്. അടുത്ത ഒരു 3 വീക്സ് മാക്സിമം നമ്പർ ഓഫ് എക്സാംസും അതിൻ്റെ അനാലിസിസും റിവിഷനും വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ മൈൻഡ് മുഴുവനായിട്ട് ഫോക്കസ് ആവേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 99% ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോസിബിൾ ആണോ എന്നുള്ളത് മാത്രമല്ല, എത്ര മാർക്ക് ആയിരിക്കും ഒരു സേഫ് സ്കോർ ആയിട്ട് ഈ വരുന്ന സെഷൻ 1-ൽ വരാൻ പോകുന്നത്. കാരണം നമുക്കറിയാം എക്സാമിനേഷൻ്റെ പാറ്റേൺ 4 വർഷത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷനും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമുക്കത് 13 ലക്ഷത്തോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ എസ്പെഷ്യലി 2024-ൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന JEE എക്സാമിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 എക്സാമിനേഷൻസ് ആണ് കഴിഞ്ഞ ജനുവരിയിൽ സെഷൻ 1-ൽ നടന്നത്. 27 ജനുവരി മുതൽ ഫെബ്രുവരി 1 വരെ നീണ്ടു നിൽക്കുന്ന എക്സാമിനേഷൻസ് ആയിരുന്നു. അതിൽ ഓരോ ഷിഫ്റ്റിലും എത്ര മാർക്കാണ് 99%-ന് വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കണക്കാണത്. അപ്പോൾ ആദ്യത്തെ ഷിഫ്റ്റാണ് ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായത്. 236 മാർക്ക് വേണ്ടി വന്നു 99%-ന്. ഈ ഷിഫ്റ്റിൽ എക്സാം എഴുതിയ കുട്ടികളൊക്കെ അവർ കിട്ടിയ സ്കോർ അനുസരിച്ചുകൊണ്ട് അവരൊക്കെ വിചാരിച്ചത് എക്സലൻറ്റ് സ്കോർ പെർസെൻറ്റേജിൽ കിട്ടുന്നതായിരുന്നു. പക്ഷേ 236 കിട്ടിയ കുട്ടിക്ക് പോലും 99%-ൽ എത്താനേ സാധിച്ചിട്ടുള്ളൂ. അത് കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒരുപാട് വിവാദങ്ങളും കോൺട്രവേഴ്സീസും അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് 211 വന്നു. അത് കഴിഞ്ഞ് 29-ന് നടന്ന 2 പരീക്ഷകൾ 203, 212 ആണ്. പിന്നെ 193, 191 എത്തി. 31 ജനുവരി ആയപ്പോൾ 170, 151 ആണ് വേണ്ടി വന്നിട്ടുള്ളൂ. ആൻഡ് ലാസ്റ്റ് 2 എക്സാംസിൽ 161, 172 വേണ്ടി വന്നിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 99% കിട്ടാൻ അല്ലെങ്കിൽ ഫോർ എനി പെർസെൻറ്റേജ് എത്ര മാർക്ക് വേണമെന്നുള്ളത് ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പോസിബിളേ അല്ല. കാരണം അത് ഷിഫ്റ്റിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈസി പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും മാർക്ക് കൂടും, അപ്പോൾ നമ്മളും കൂടുതൽ സ്കോർ ചെയ്യേണ്ടി വരും. ടഫ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മാർക്ക് കുറയും. അപ്പോൾ ഈ പറയുന്ന കട്ട് ഓഫുകളും സേഫ് സ്കോറും ഓട്ടോമാറ്റിക്കലി കുറയാണ് ചെയ്യുക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കണക്കിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സേഫ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര റേഞ്ച് ആണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ 2024-ലെ ജനുവരി സെഷൻ മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 150 മുതൽ 235 വരെ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്, അല്ലേ? ഹ്യൂജ് വേരിയേഷനാണ്. ഇത്രയും വേരിയേഷൻ, ഏകദേശം 85 മാർക്കിൻ്റെ വേരിയേഷൻ ഇതിന് മുൻപെങ്കും വേറെ എക്സാമിനേഷൻസിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ഈ വർഷം കുറച്ചും കൂടെ ഈവൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് പെർ എക്സാം ഒക്കെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കും തന്നെ, അല്ലെങ്കിൽ പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം എത്രയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ എക്സാമിൻ്റെ പാറ്റേൺ നമുക്കറിയാം 75 ക്വസ്റ്റ്യൻസിലേക്ക് ചുരുങ്ങി 2020-ലെ പാറ്റേണിലേക്ക് തിരിച്ചു പോവുകയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് കോവിഡുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒന്നുകൂടെ എക്സാം ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു ന്യൂമറിക്കൽ ടൈപ്പിൽ. അതൊക്കെ മാറ്റിയിട്ട് 75 ക്വസ്റ്റ്യൻസ് മാത്രമുള്ള 2020-ലെ പാറ്റേണിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ 2020-ലേക്ക് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ എത്രയായിരുന്നു അന്നത്തെ 99%-ന് റിക്വയർഡ് ആയിട്ടുള്ള മാർക്ക് നിങ്ങൾ നോക്കുക. അന്ന് 6 എക്സാമിനേഷൻസ് ആണ് അന്നത്തെ സെഷൻ 1-ൽ ഉണ്ടായിരുന്നത്. ജനുവരി 7 മുതൽ 9 വരെ 175, 172, 170, 190, 180, 172. അതായത് ഈ വരാൻ പോകുന്ന 75 ക്വസ്റ്റ്യൻസിൻ്റെ JEE മെയിനിൽ സിമിലർ എക്സാം നടന്നത് 2020-ലാണ്. കാരണം അന്ന് 75 ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആയിരുന്നു. അന്നത്തെ 99%-ന്റെ റിക്വയർഡ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 172 മുതൽ 190 വരെയാണ് വേരി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡിഫിക്കൽട്ടി ലെവൽ ഒരുപോലെ തന്നെ ആയിരുന്നു എന്ന് വേണം നമുക്ക് അസ്യൂം ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 75-ലേക്ക് ചുരുങ്ങിയത് കൊണ്ട് തന്നെ കട്ട് ഓഫുകളും 99%-ന് റിക്വയർഡ് ആയിട്ടുള്ള മാർക്കുകളും കുറച്ച് കുറയാൻ സാധ്യത ഉണ്ട് തന്നെ നമുക്ക് പറയാം. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റംപ്റ്റിംഗ് ദി എക്സാം എന്താണ് 2020-മായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടിയിട്ടുമുണ്ട്. കുട്ടികളൊക്കെ ഒന്നും കൂടെ ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പണ്ടത്തെ പോലെ ഓഫ്ലൈനിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇന്നത്തെ സ്റ്റുഡൻസിന് ഇല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് മേ ബി ഒരു സേഫ്ലി അസ്യൂം ചെയ്യാം, ഒരു 190 to 195 മാർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 99%-ൽ കിട്ടാൻ ഗുഡ് ഇനഫ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻസും തീർച്ചയായിട്ടും പറയണം. കാരണം ഇത്രയാണ്, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 172 മുതൽ 190 വരെ പോയിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ 2024 നോക്കിക്കഴിഞ്ഞാൽ അത് 150 മുതൽ 235 വരെ പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ എല്ലാം ആവറേജുകൾ എത്തുന്നത് ഏകദേശം എവിടെയാണ്, ഒരു 190 മുതൽ 195 വരെയാണ്. ആൻഡ് ഇത് അബ്സല്യൂട്ട്ലി നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഗ്യാരണ്ടീഡ് അല്ല. 190 കിട്ടിയാൽ 99%-ൽ കിട്ടുമെന്നൊരു ഉറപ്പില്ല. കാരണം എന്താ, എക്സാം അത്രയും ഈസി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൂടും. ഇനി എക്സാം ടഫാണ്,
ഒരു 160-150 99% കിട്ടിയെന്ന് വിചാരിക്കാം. ആ എക്സാമിൽ നിങ്ങൾ 195 വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ പേപ്പർ. ഓരോ ഷിഫ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലാക്കാം. ഗ്യാരണ്ടി ഒന്നും ആർക്കും ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ഒരു 190 to 195 ആവറേജ് ഈ റേഞ്ചിൽ വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസ്യൂം ചെയ്യാൻ സാധിക്കും. സോ വാട്ട് ഈസ് യുവർ ടാർഗറ്റ് സ്കോർ ഇൻ ദിസ് സെഷൻ? അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് 300-ൽ എത്ര മാർക്കാണെന്നുള്ളത് ഓരോരുത്തരും എന്ത് ചെയ്യണം, കമൻറ്റിൽ പറയണം. അതുപോലെ തന്നെ വാട്ട് ഡു യു തിങ്ക് ഈസ് ഗോയിങ് ടു ബി ദ സേഫ് സ്കോർ ഫോർ 2025 ജനുവരി സെഷൻ? ഈ വരുന്ന എക്സാമിൽ 99% ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ 97% ക്രോസ് ചെയ്യാൻ എത്രയായിരിക്കും സേഫ് സ്കോർ എന്നുള്ളതും നിങ്ങൾ കമൻറ്റിൽ പറയാം. ആൻഡ് വൺ മോർ തിങ്, വിച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഡു യു പ്രിഫർ? നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഈസി ക്വസ്റ്റ്യൻസ് പേപ്പർ ആണോ, ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്നുള്ളതും കൂടെ അറിയിക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയാലും മീഡിയം ആയാലും ടഫ് ആയാലും ഒന്നും പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈസി ആണെങ്കിൽ എല്ലാവർക്കും മാർക്ക് കൂടും, ടഫ് ആണെങ്കിൽ എല്ലാവരുടെയും മാർക്ക് കുറയും. ഇത് മാത്രമാണ് കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളിൽ നിന്നും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിന് ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ്. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആകണം എന്ന് ആഗ്രഹിക്കരുത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അത്ര പോലും പഠിക്കാത്ത ഒരു സ്റ്റുഡൻറ്റും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ആൻഡ് ഫൈനലി പറയാനുള്ളത്, XNY കണ്ടക്ട് ചെയ്യുന്ന കേരളാസ് ബിഗ്ഗസ്റ്റ് ഫ്രീ JEE മോക്ക് ടെസ്റ്റിനെ കുറിച്ചാണ്. ജനുവരി 18 ശനിയാഴ്ച ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫോണിലോ ലാപ്ടോപ്പിലോ എഴുതാൻ സാധിക്കും. ഇതിന് രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പല ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുണ്ട്, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഈ വർഷം കേരളത്തിൽ JEE എഴുതാൻ പോകുന്ന മാക്സിമം നമ്പർ ഓഫ് കുട്ടികളെ വെച്ചുകൊണ്ട് നമ്മളൊരു ഫ്രീ ഓപ്പൺ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. ഇതിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഇതിലൂടെ പോസിബിൾ ആക്കാൻ സാധിക്കും. അതുപോലെ 2025 JEE പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം കണ്ടക്ട് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും സൊല്യൂഷൻസും ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാം. പ്രെഡിക്റ്റഡ് AIRN% എത്ര കുട്ടികളാണോ കൂടുതൽ എഴുതുന്നത് അതിനനുസരിച്ച് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ ഇന്ത്യ റാങ്കും പെർസെൻറ്റേജിൽ മറ്റൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യണം. ആൻഡ് ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വേണ്ടത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ സേഫ് സ്കോർ എത്രയായിരിക്കാം, അതുപോലെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന സ്കോർ എത്രയാണ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തരും കമൻറ്റ് ചെയ്യാം. ഞാൻ കൃത്യമായിട്ട് എല്ലാവരുടെയും കമൻറ്റ്സ് എന്ത് ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് പഠനം കണ്ടിന്യൂ ചെയ്യാം. പേടിക്കരുത്, ടെൻഷൻ അടിക്കുന്ന ടൈമൊന്നുമല്ല. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട്, എഫക്റ്റീവായിട്ട് സമയം, സ്മാർട്ടായിട്ട് സമയം ഉപയോഗിക്കേണ്ട സമയമാണ് ഇനിയുള്ള 3 ആഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമിനേഷൻസിനും അതിൻ്റെ അനാലിസിസിനും അടുത്ത എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ എന്നുള്ള രൂപത്തിൽ തന്നെ ദിവസങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റി വെക്കുക. വേറെ എന്തൊക്കെ സംഭവിച്ചാലും സ്കൂൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട്, ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ ഉപയോഗിക്കുക. ഓൾ ദ ബെസ്റ്റ്.